ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ വേരിയബിൾ എക്സ് ആൻഡ് വൈ ഫ്രം ദ റെസ്പെക്റ്റീവ് മീൻ ഈസ് 1320. സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ വേരിയബിൾ ഫ്രം ദ റെസ്പെക്റ്റീവ് മീൻസ് ആർ 628 ആൻഡ് 3720. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ നോക്ക് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ വേരിയബിൾ എക്സ് ആൻഡ് വൈ എന്താ പറയുന്നത്, ഫ്രം ദ റെസ്പെക്റ്റീവ് മീൻസ്, അതായത് എക്സിൻ്റെയും വൈൻ്റെയും ഡീവിയേഷൻസ്, എന്തെന്നുള്ള ഡീവിയേഷൻസ്, അതിൻ്റെ മീൻ എന്നുള്ള ഡീവിയേഷൻസ് തമ്മിൽ ഗുണിച്ചിട്ട് അതിൻ്റെ സമ്മ് കാണുമ്പോൾ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ വേരിയബിൾ എക്സ് ആൻഡ് വൈ ഫ്രം ദ റെസ്പെക്റ്റീവ് മീൻസ് ഈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയാത്തവരെന്ത് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് സമ്മേഷൻ ഡി എക്സ് ഡി വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ സമ്മേഷൻ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അറിയാത്തവർ എഴുതി വെക്കുക കേട്ടോ. സം ഓഫ് ദ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ, അതാവും നന്നാവുക. സമ്മേഷൻ എവിടെയെങ്കിലും എഴുതി വെച്ചോ. സമ്മേഷൻ ഡി എക്സ് ഡി വൈ is equal to സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ വേരിയബിൾ എക്സ് ആൻഡ് വൈ ഫ്രം ദ റെസ്പെക്റ്റീവ് മീൻസ്. സമ്മേഷൻ ഡി എക്സ് ഡി വൈ എന്നുള്ളതിന് അത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ് എന്ന് എഴുതാം. സം ഓഫ് ദ നോക്ക് എന്താണ് പറയണത്, സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ്. ഓക്കെ, ഇതാണത് പറയുന്നത്. സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ് ആണ് ഇത്. ഇനി സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് വൈ ഇതാണ്. ഓക്കെ, സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതാണ്. സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ is equal to സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ് ഫ്രം ദ റെസ്പെക്റ്റീവ് മീന്. പിന്നെ സമ്മേഷൻ ഡി വൈ സ്ക്വയർ പറഞ്ഞാലോ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് വൈ ഫ്രം ദ റെസ്പെക്റ്റീവ് മീൻ എഴുതാം. ഓക്കെ, മനസ്സിലാവാത്തതുകൊണ്ട് എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിക്കാം കേട്ടോ. റെസ്പെക്റ്റീവ് മീൻസ് ആർ 628 ആൻഡ് 3720. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. സമ്മേഷൻ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്താണ്, 1320 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ പറഞ്ഞാൽ 628 ആണ്. സമ്മേഷൻ ഡി വൈ സ്ക്വയർ പറഞ്ഞാൽ എന്താണ്, 3720 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാതും കിട്ടിയില്ലേ, കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ കിട്ടി. അപ്പം നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, അത്ര എഴുതാം കേട്ടോ, ക്വസ്റ്റ്യൻ മാത്രം എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാകും. പിന്നെ ഈ ആൻസർ പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ആ സ്റ്റെപ്പ് എഴുതിയില്ലേ. ഇനി നിങ്ങൾ 6 എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ എഴുതുക. 6 ഈക്വൽ ടു ഈ ഇക്വേഷൻ എഴുതുക. ഓക്കെ, നമുക്ക് സമ്മേഷൻ ഡി എക്സ് ഡി വൈ കിട്ടി. അതേപോലെ എല്ലാതും അതിൻ്റെ റൂട്ട് കൊടുക്കുക. നോക്ക്, റൂട്ട് ഓഫ് സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ. സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ പറഞ്ഞാൽ 622 കൊടുത്തു. പിന്നെ സമ്മേഷൻ ഡി വൈ സ്ക്വയർ പറഞ്ഞാൽ 3720 അതും കൊടുത്തു. പിന്നെ ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 0.86. നിങ്ങൾ ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയാം കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യന് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. ഓക്കെ, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാനാണ്. അപ്പോൾ എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ അറിയാം അല്ലേ. 2-3 ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വേണമെങ്കിൽ ഇക്വേഷനിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞത് ഈ ഇക്വേഷനാണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എന്നുള്ളത്. ഇതിൽ കൊടുത്താൽ മതി. കാണുമ്പോൾ വലുതാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സുഖം ഈ ഇക്വേഷനാണ്. പ്രത്യേകം എന്തെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫോർമുല ഫോളോ ചെയ്യണം. പ്രത്യേകം ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോർമുല ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സും വൈയും തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക എന്തിലാണ് തന്നിട്ടുള്ളത്, പോയിന്റിലാണ് അല്ലേ. 1.2 1.1 നോക്കിയാൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേണമെങ്കിൽ പോയിന്റ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം, ആ പോയിന്റിന് നമ്മൾ വേണമെങ്കിൽ മാറ്റാം. അത് സ്ക്വയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ആ പോയിന്റ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയിന്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് ചെയ്താലും എന്താണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇവിടെ 1.2 ആണ്, 1.1 ആണ്, 1.9 ആണ്, 1.8 ആണ്, 1.0 ആണ്, 0.9 ആണ്. ഇതിന് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക അറിയോ, ഈ ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിട്ട് പറയാം ബാക്കി. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻ്റെ അവിടെ ആൻസർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും എഴുതുക കേട്ടോ. നോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് എഴുതുക, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ എഴുതുക, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ എഴുതുക, വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി എന്താണെന്നുള്ളത് പറയാം കേട്ടോ. എന്താ പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ. Therefore, if we multiply or divide all the values of a variable by a constant, the coefficient of correlation will not change. അതെന്താ പറയുന്നത്, നമ്മൾ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, വൈ എന്നുള്ള വേരിയബിൾ ഉണ്ട് അല്ലേ. ഈ എക്സ് എന്നുള്ള വേരിയബിളിനെ എല്ലാത്തിനെയും ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുക. എല്ലാവർക്കും ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചാലും ഇനി എല്ലാ നമ്പറിനെയും ഒരേ നമ്പർ കൊണ്ട് ഹരിച്ചാലും നമുക്ക് എന്ത് ചെയ്യില്ല, ആൻസറിൽ മാറ്റമൊന്നും വരില്ല. ഇത്രയേ ഉള്ളൂ. കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതാ പറയണത്, കൊടുക്കുമ്പോൾ എന്താണ്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യില്ല, ആൻസറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഇനി ചില ക്വസ്റ്റ്യനിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാണ്, ഇതിന് ഏതെങ്കിലും ഒരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങളിങ്ങനെ പോയിൻ്റൊക്കെ കാണുമ്പോൾ വലിയ നമ്പർ അല്ലേ, അതിന് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. അത്രയേ ഉള്ളൂ ഈ മെത്തേഡ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. എത്രയേ ഉള്ളൂ ഉദ്ദേശം, നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യനിലെ നമ്പറുകൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനൊന്ന് ചെറുതാക്കിയ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ സുഖമാണല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ അതൊക്കെ ചെയ്യുന്നത്. ഇനി അത് കൺഫ്യൂഷൻ ആവരുത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കട്ടോ. അവിടെ ഒക്കെ എന്താണ്, പോയിന്റുകളാണ് അല്ലേ. അപ്പം നമ്മൾ ഈ പോയിന്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനെയും നമ്മൾ 10 കൊണ്ട് ഗുണിക്കുക. 1.2 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക, 12 കിട്ടുക. സംശയമില്ലല്ലോ. 1.1 10 കൊണ്ട് ഗുണിച്ചാൽ 11 കിട്ടുക. അത് സംശയമില്ലല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്ത വൈ സീരീസ്. വൈ എന്താ, 15 10 20 10 10 5 അല്ലേ. അപ്പോൾ നോക്ക്, ഈ വൈത്ത് എല്ലാവരും എന്താണ്, 5ന്റെ ഗുണിതങ്ങളാണ് അല്ലേ. വൈത്ത് എല്ലാവരും 5ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ നമ്മളോട് നോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ഓൾ ദ വാല്യൂസ് ഓഫ് എ വേരിയബിൾ ബൈ എ കോൺസ്റ്റന്റ്. ഒന്നിലെന്താണ്, തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ വേരിയബിളിനെ ഒരേ നമ്പർ കൊണ്ട് ഗുണിക്കുകയോ ഒരേ നമ്പർ കൊണ്ട് ഹരിക്കുകയോ ചെയ്താലും ഉത്തരത്തിൽ മാറ്റമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് നമ്മൾ എല്ലാവർക്കും 10 കൊണ്ടാണ് ഗുണിച്ചു കൊടുത്തു. വൈ നോക്ക്, എല്ലാവരും എന്താണ്, 5ന്റെ ഗുണിതങ്ങളാണ്. അപ്പം എന്ത് ചെയ്യുക, 5 കൊണ്ട് ഹരിക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട്, മൾട്ടിപ്ലൈ എക്സ് വാല്യൂസ് ബൈ 10 ആൻഡ് ഡിവൈഡ് വൈ വാല്യൂസ് ബൈ 5. ദെൻ വി ഗെറ്റ് ന്യൂ എക്സ് വാല്യൂസ് ആൻഡ് വൈ വാല്യൂസ്. ഓക്കെ, എക്സും വൈയും കിട്ടി. നമുക്ക് എക്സും വൈയും കിട്ടിയ സംശയമില്ലല്ലോ. 1.2 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 12, അങ്ങനെ എല്ലാതും ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ കിട്ടി. ഇനി വൈ 15 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 3, 10 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 2, 20 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടുക, 4, അങ്ങനെ 10 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 10 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 5 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കലും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ പുതിയ എക്സും വൈയും കിട്ടി. ഇനി സുഖമല്ലേ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തൊക്കെയാണ്, എക്സ് വൈ കാണണം, എക്സ് സ്ക്വയർ കാണണം, വൈ സ്ക്വയർ കാണണം, ഈ ഇക്വേഷനിൽ കൊടുക്കണം. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ എഴുതുക, 0.67. ഓക്കെ, ഇനി നിങ്ങൾ എന്താ എഴുതുന്നുണ്ട്, 0.67 ആണല്ലേ വരണം. അപ്പം നമുക്ക് ഏകദേശം അടുക്കാണ് വരുന്നത്. അപ്പം നിങ്ങൾ എഴുതാം, ദർ ഈസ് വുഡ് എന്ന് എഴുതണ്ട, ദർ ഈസ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ദർ ഈസ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കാരണം എന്താ, അവിടെ പോസിറ്റീവ് നമ്പറാണ്, അതുകൊണ്ട് പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, എഴുതാം കേട്ടോ. എഴുതിയില്ലേ. ഇനി ഒരു പോർഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ. എക്സ്ട്രാ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തരുമ്പോൾ ഞാൻ എടുത്തു തരാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ലാസ്റ്റ് എടുക്കാം കേട്ടോ. ലാസ്റ്റ് മീൻസ് നമുക്ക് എക്സ്ട്രാ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ട. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. പ്രോപ്പർട്ടീസ് നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ഫോർമുല. അതിനൊരു ഫോർമുല ഉണ്ട്. അടുത്തത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് എ പ്യുവർ നമ്പർ ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് അല്ലേ. നമ്മൾ കോഎഫിഷ്യന്റ് കോറിലേഷൻ ഇപ്പോൾ 0.98 എന്ന് കിട്ടിയാൽ നമ്മൾ എന്താ പറയുക, നോക്കിപ്പോൾ നമ്മൾ 6 ചെയ്യുമ്പോൾ അതിന് ആൻസർ 0.98 കിട്ടി. നമ്മൾ അതിന് സെന്റിമീറ്ററിനോ മീറ്ററിനോ കിലോമീറ്ററിനോ kg എന്തെങ്കിലും കൊടുക്കുന്നുള്ളൂ, ഒരു യൂണിറ്റും കൊടുക്കുന്നില്ല അല്ലേ. എന്താണ് 0.98 എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ എന്താ പറയണത്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. പിന്നെന്താണ്? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അടുത്തത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെഫറൻസ് ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ഓർ ചേഞ്ച് ഓഫ് സ്കെയിൽ. അത് നമ്മൾ പഠിച്ചില്ല. അതിന് എല്ലാത്തിനും മീന് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യുക, അപ്പോഴൊന്നും ആൻസർ മാറില്ല എന്നും പഠിച്ചു. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എഴുതു, വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്തത് പ്രോബബിൾ എറർ. അപ്പോൾ ഇത് നിങ്ങളുടെ സിലബസിൽ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഈ ഒരു പോർഷൻസിൻ്റെ കൂടെ വരുന്ന ഒരു സബ്ജക്റ്റ് ടോപ്പിക്കാണ് ഇത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് പഠിക്കുക കേട്ടോ. അങ്ങനെയല്ല, ഞാൻ അഥവാ നിങ്ങൾക്ക് ചോദിച്ചാലോ, കാരണം സിലബസിൽ പ്രത്യേകം പ്രോബബിൾ എറർ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അഥവാ ചോദിച്ചാലോ ഈ ഒരു പോർഷനായിട്ട് എന്താണ് അടുത്ത് വരുന്ന പോർഷൻ തന്നെയാണിത്, അതുകൊണ്ടാട്ടോ ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. Probable error of the coefficient of correlation is a statistical measure which measures reliability and dependability of the value of the coefficient of correlation. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എത്രത്തോളം റിലയബിൾ ആണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പ്രോബബിൾ എറർ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ എഴുതുക കേട്ടോ. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞിട്ട് ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക പ്രോബബിൾ എറർ ഈക്വൽ ടു, നിങ്ങൾ എഴുതുക പ്രോബബിൾ എറർ ഈക്വൽ ടു പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതിട്ടോ 1 - r²/√n. 1 - r²/√n അതാണ് പ്രോബബിൾ എററിൻ്റെ ഇക്വേഷൻ. 1 - r²/√n. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് r is equal to 0.6, n is equal to 64, find probable error and standard error. ഓക്കെ, പ്രോബബിൾ എറർ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ. അയ്യോ സോറി കേട്ടോ, ഞാൻ പറഞ്ഞൊന്ന് മാറിപ്പോയി. നിങ്ങൾ എഴുതിയത് വിട്ടേട്ടോ, ഞാൻ ജസ്റ്റ് എന്തോ ഒരു തായിപ്പോയി. ഓക്കെ, പ്രോബബിൾ എറർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ ഇക്വേഷൻ അല്ലേ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. പവർ ഈക്വൽ ടു 0.6745 ഇൻറ്റു 1 - r²/√n. ഈ നമ്പർ എപ്പോഴും അവിടെ ഉണ്ടാവും കേട്ടോ, ഈ നമ്പർ എപ്പോഴും ഉണ്ടാവും. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതാം. ഇനി സ്റ്റാൻഡേർഡ് എറർ, ST എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞിട്ട് 1 - r²/√n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു മാറിയൊന്നും നിങ്ങൾ വിട്ടിടാം, സോറി കേട്ടോ. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ 0.6745 ഇൻറ്റു 1 - r²/√n. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ് 1 - r²/√n. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എഴുതിയില്ലേ? അപ്പോൾ നമ്മുടെ നോക്ക് പ്രോബബിൾ എററും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് എററും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രോബബിൾ എററിനെ നമ്മൾ P എന്ന് ഡിനോട്ട് ചെയ്യും. പ്രോബബിൾ എറർ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നോക്ക് 0.6745 എല്ലാത്തിലും ഇതേപോലെ തന്നെ എഴുതാൻ മാറ്റമൊന്നുമില്ല. പിന്നെ 1 - r², r എന്താണ് 0.6 അതിൻ്റെ സ്ക്വയർ /√n. n എന്താണ് 64, √64. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താ കിട്ടുക? 0.054 കിട്ടും. അപ്പോൾ പ്രോബബിൾ എറർ കിട്ടി നമുക്ക്. ഇനി എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 1 - r²/√n ആണ്. 1 - r²/√n ആണ്. 1 - r എന്താണ് 0.6 ആണ്. അതിൻ്റെ റൂട്ട് പറഞ്ഞാൽ 0.36 /√64. എന്താ ആൻസർ കിട്ടുക? 0.08 കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് എഴുതാം, എഴുതിയിട്ടുണ്ടാവും. ഇനി ഓക്കെ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓൺ ദ ബേസ് ഓഫ് പ്രോബബിൾ എറർ. അപ്പോൾ എന്താ ഫസ്റ്റത്തത്? ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് പ്രോബബിൾ എറർ. അതായത് നമ്മളിപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കുമല്ലോ, അത് ഈ പ്രോബബിൾ എററിനേക്കാളും കുറവാണെങ്കിൽ, ചെറിയ നമ്പർ ആണെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ്. ഇതെന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറയാം. ഇനിയോ ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് മോർ ദാൻ 6 ടൈം പറയാം 6 ടൈം ഇറ്റ്സ് പ്രോബബിൾ എറർ. അതായത് നമ്മൾ കണ്ടുപിടിച്ച പ്രോബബിൾ എററിനേക്കാളും 6 ടൈംസ് ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാം. അടുത്തത് if the probable error is not much and if the coefficient of correlation is 0.5 or more. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന് 0.5 മോർ കൂടുതലാണെങ്കിൽ എന്ത് പറയാം? ഇത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ എന്നാലും ജസ്റ്റ് എഴുതി വെക്കുക കേട്ടോ. അഥവാ എങ്ങാനും ഇത് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ നമുക്കറിയാൻ പറ്റില്ലല്ലോ എങ്ങനെ വരിക എന്നുള്ളത്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യന് ദ ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദ റിസൾട്ട് ഓഫ് ദ SSLC എക്സാമിനേഷൻ ഹെൽഡ് ഇൻ 1974. കുറേ മുന്നേ നടന്നതാണ്. ഏജ് ഓഫ് കാൻഡിഡേറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയേഴ്സ്. കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആൻഡ് എസ്റ്റിമേറ്റ് പ്രോബബിൾ എറർ. ഓക്കെ, ഫ്രം ദ റിസൾട്ട് ക്യാൻ യു definitely assert that failure is correlated with age. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കോറിലേഷൻ കാണാം. അപ്പോൾ കോറിലേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്ക്, x-17 y-43 വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു എക്സ് വാല്യൂ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഏതെങ്കിലും ഒരു y വാല്യൂ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തിട്ട് മൈനസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് മൈനസ് ചെയ്യുക, ഏതെങ്കിലും ഒരു നമ്പർ നടുക്കുള്ള നമ്പർ മൈനസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഈ വലിയ വലിയ നമ്പറിൻ്റെ എന്ത് ചെയ്യാണ്, സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ കാണാത്തവർ എന്ത് ചെയ്യുക, അത് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ x-17 എടുത്തിട്ടുണ്ട്, അതേപോലെ y-43 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ പോലെ ബാക്കിയൊക്കെ സെയിം ആണ്, മാറ്റമൊന്നുമില്ലല്ലോ, ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഇത് എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ R = പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് dx dy വരുമ്പോൾ ഇക്വേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ മെത്തേഡ് അല്ലാതെ ഞങ്ങൾക്ക് സാധാ പോലെ സ്ക്വയർ സിമ്പിൾ മെത്തേഡ് ചെയ്തൂടെ? ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം മറ്റിവിടെ നോക്ക്, 39 സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ വലിയ നമ്പർ ആവില്ല. അപ്പോൾ ഇതിനൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഏതോ ഒരു നമ്പർ എടുത്ത് മൈനസ് ചെയ്തത്. ഓക്കെ, ഏകദേശം ഒരു നടുക്ക് വരുന്ന നമ്പർ എടുത്ത് മൈനസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറക്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും മൈനസ് ചെയ്തിട്ട് ഇവിടെ ഒക്കെ എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിലൊക്കെ കൊടുക്കുമ്പോൾ ആൻസർ 0.6852 കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും പ്രോബബിൾ എറർ എങ്ങനെയാണ് കാണുന്നത്, 0.6745 × 1 - r²/√n. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താണ്, 9 ആണ്. എത്ര സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്, അതാണ് n എന്ന് പറയുന്നത്. സംശയമില്ല, ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ നമ്മൾ ആ ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 0.1193 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, രണ്ട് ആൻസറും കിട്ടി. അപ്പോൾ നോക്ക്, സിൻസ് probable error is less than coefficient of correlation is more than 6 times the probable error. Correlation is significant. എന്താ വരുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോബബിൾ എറർ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റിനേക്കാളും ലെസ്സുമാണ്. പിന്നെന്താണ്, അത് 6 times മോറും ആണ്. നമുക്കിവിടെ കണ്ടാൽ അറിയാം അല്ലേ, 6 times മോറും ആണ്. പിന്നെന്താണ്, അത് ലെസ്സും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore we can assert that failure is correlated with age. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള കോറിലേഷൻ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ ഈസ് കാൽക്കുലേറ്റഡ് ടു ബി -0.98. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആറാണ്. സംശയമില്ലല്ലോ, 6 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പ്രോബബിൾ എറർ ആൻഡ് ഹെൻസ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. n = 10. ഓക്കെ, ഫൈൻഡ് ദ ലിമിറ്റ് വിത്തിൻ വിച്ച് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് മേ ലൈ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചെയ്യാം അല്ലേ, ആദ്യത്തെ ചെയ്യാം. എന്താ ആദ്യത്തെ കാണാൻ പറഞ്ഞിട്ടുള്ളത്, വാല്യൂ ഓഫ് പ്രോബബിൾ എറർ നമുക്ക് കാണാൻ അറിയാം. ഇക്വേഷൻ എന്താണ്, 0.6748 × 1 - r²/√n. കിട്ടുന്ന ആൻസർ നോക്ക്, കിട്ടുന്ന ആൻസർ 0.008447 കിട്ടുന്നത്. ഓക്കെ, പിന്നെ നോക്ക്, പ്രോബബിൾ എറർ ഈസ് വെരി സ്മോൾ ആൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് വെരി ഹൈ നെഗറ്റീവ്. എന്താ നമുക്ക് കിട്ടുന്നത്, പ്രോബബിൾ എറർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണ്, ഭയങ്കര ഹൈ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore there is significant negative correlation. ഓക്കെ, കാരണം എന്താ, ഇവിടെ പറയുന്നുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് മോർ ദാൻ 6 times its probable error, it is significant എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്ക്, പ്രോബബിൾ എറർ എന്താണ്, ചെറുതാണല്ലേ, കോറിലേഷൻ കോഎഫിഷ്യന്റിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാം.
നമ്മൾ ആദ്യം എന്താ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താ പറയുന്നത്, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ 6 എന്ന് പറയുന്നത് വലിയ നമ്പർ ആവുക, മറ്റതിനെ പീനെ അപേക്ഷിച്ചിട്ട്, അതായത് 6 എന്ന് പറയുന്നത് പീനെ അപേക്ഷിച്ചിട്ട് വലിയ നമ്പർ ആവുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പറയാം, അവിടെ ഒരു കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉണ്ട്, സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയാം, സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ നോക്ക് 6 എന്താണ് -0.98 ആണ് അല്ലേ, -0.98 ആണ്. അത് പ്രോബബിൾ എററിനേക്കാളും എന്താണ്, ഓക്കെ. ഇവിടെ നമ്മുടെ റിസൾട്ടും തമ്മിൽ എന്തോ ഒരു മാറ്റമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളെ ഇതുവരെ കണ്ടുവച്ചാൽ മതി കേട്ടോ, ഇതുവരെ എഴുതിയാൽ മതി. നമുക്ക് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും വരെ എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യനിൽ ആൻസർ ഇതുവരെ പറഞ്ഞതിൽ ആൻസർ എന്തോ തെറ്റില്ല, ഞാനത് കറക്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. നമ്മുടെ ഈ ലിമിറ്റൊക്കെ നമുക്ക് പറയാം കേട്ടോ. ലിമിറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പോട്ടെ. അപ്പോൾ ഇത്രയും വരെ എഴുതിയാൽ മതി. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ ഒരു ഭാഗത്ത്, അതാണ്. വെറുതെ നിങ്ങളുടെ സമയം കളയണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇഫ് R is equal to 0.89, P is equal to 0.023, ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. എൻ്റെ വാല്യൂ കാണാനാണ്. അപ്പോൾ R തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനൊക്കെ ഉള്ള ഒരു ഇക്വേഷൻ ഏതാണ്, P is equal to 0.6745 × 1 - r² / √n. ഓക്കെ, അപ്പോൾ ഈ √n × P എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, √n × P എന്ന് പറഞ്ഞാൽ ഈ √n ഇങ്ങോട്ട് പോകുമ്പോൾ 0.6745 × 1 - r² എന്ന് കിട്ടും. ഓക്കെ, ഇനി √n കാണാൻ എന്ത് ചെയ്യണം, √n കാണാൻ നോക്ക് ഈ ഇക്വേഷനിൽ √n കാണാൻ എന്ത് ചെയ്യണം, ഈ പീനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ പീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ പി ആട്ടോ വരിക. ഓക്കെ, √n കാണാൻ വേണ്ടിയിട്ട് പീനെ എന്ത് ചെയ്യുക, താഴ്ത്തിക്ക് കൊണ്ടുപോകുക, പി. അപ്പോൾ നോക്ക് നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെ കിട്ടി 0.6745 പിന്നെ 1 - r², അതായത് 1 - r എന്ന് പറഞ്ഞാൽ എന്താണ് 0.89, അതിൻ്റെ സ്ക്വയർ ഇവിടെ എഴുതി, ബൈ 0.023, പി എന്ന് പറഞ്ഞാൽ 0.023. എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, √n = 6 എന്ന് കിട്ടും. √n = 6 കിട്ടും. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അതായത് √n = 6, നമുക്ക് n കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും സ്ക്വയർ കൊടുക്കുക, ഇവിടെയും സ്ക്വയർ കൊടുക്കാം, റൂട്ടും സ്ക്വയർ എടുത്തിടുന്ന ക്യാൻസൽ. അപ്പോൾ എന്ത് കിട്ടും, n = 6² പറഞ്ഞാൽ 36, n = 36, n = 6² = 36 കിട്ടി. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് ഇത്ര എഴുതാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, കാരണം ഞാൻ അടുത്തെടുത്താൽ നമുക്ക് ഒരുപാട് 30 മിനിറ്റിലധികം ആവും. ഇപ്പോൾ ഈ ഒരു ഇതിൽ പോയാൽ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാതെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കുറച്ചൊക്കെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് കറക്റ്റ് കാണുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. അടുത്തൊരു ക്ലാസ്സിൽ ഈ ഒരു ഭാഗം അവിടെ ടെക്സ്റ്റിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ.